എന്നിട്ട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരുന്നു, അതിനൊരു അട്ടിമറി തന്നെയായിരിക്കും. കാരണം നാണം കെടും. എയർ ഷോയിൽ ഒരു വിമാനം അപകടത്തിൽപ്പെട്ട, കാരണം ഏറ്റവും നല്ല ടെക്നോളജി, ഏറ്റവും നല്ല എക്സ്പേർട്ടൈസും എന്താ പറയുക എക്സിബിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഒരു ഷോ. അവിടെ പരാജയപ്പെട്ടത് പിന്നെ എവിടെയും പരാജയപ്പെടില്ലേ? പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ പൈലറ്റ് മരിച്ചു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വിമാനം നഷ്ടപ്പെടുന്നത് ലോകത്തൊരു സൈന്യത്തിന് വലിയ പ്രശ്നമുള്ളതൊന്നുമല്ല. പൈലറ്റ് പക്ഷേ രക്ഷപ്പെടും. അങ്ങനെ ഒരു പൈലറ്റിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യജീവൻ്റെ വില ഭയങ്കരമാണ്. അപ്പോൾ പൈലറ്റ് കൂടി നഷ്ടപ്പെടുമ്പോൾ ഈ ഭയങ്കര നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കും. മാത്രമല്ല ഇത് ലോകത്തിന് മുന്നിൽ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇത് വളരെ ബോധപൂർവമായിട്ട് നടത്തിയിട്ടുള്ള സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ട്, ഇത് പക്ഷേ രഹസ്യമൊന്നും സൈന്യം പുറത്തു വിടില്ല. ഇപ്പോൾ ജനറൽ റാവത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ശരിക്കുള്ള രഹസ്യം പുറത്തു വിട്ടൊന്നും ഞാൻ തോന്നുന്നില്ല. അതവർ രഹസ്യമായി അന്വേഷിക്കുകയും പിന്നെ അജ്ഞാതനായിട്ട് പണി കൊടുക്കേണ്ടത് കൊടുക്കുകയൊക്കെ ചെയ്യുള്ളൂ, അല്ലാതെ പബ്ലിക്കിന് അവർ കൊടുക്കില്ല. ഇതിന് രഹസ്യമൊന്നും പുറത്തു വരില്ല, പക്ഷെ അത് അട്ടിമറിയായിരിക്കും. നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു വിമാനം ഡെവലപ്പ് ചെയ്തെടുത്തത്. 80കൾ തുടങ്ങിയ പ്രോജക്റ്റാണ്. അതിന് മുമ്പ് മാരുതി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് നമുക്കുണ്ടായിരുന്നു. 60s ഇന്ദിരാഗാന്ധി തുടങ്ങി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.